I never made it, but I know what it takes. I'm motivated by a mix of emotion. Got my statement, and I'm reading it slow so I can. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോട്ടിൻ്റെ എയർഡോപ്സ് 171 എന്ന് പറയുന്ന വയർലെസ് ഇയർബഡ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ പ്രൈസ് 1399 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് ടെക്നോളജി ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വയർലെസ് കണക്ടിവിറ്റി V5.0. പിന്നെ എൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ സിംഗിൾ പ്രസ് വോയിസ് അസിസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മൾട്ടി ഫങ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 6mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മറ്റുള്ള സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ്സ് ഇത് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 60 മിനിറ്റ്സ് വരെ പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ക്രിസ്റ്റൽ മോഡ് യൂസ് ചെയ്തേക്കുന്നുണ്ട്. നമുക്ക് നല്ല ആംബിയൻറ്റ് സൗണ്ട് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3 hours നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം, ഫുൾ ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 380 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ബോക്സിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് എയർഡോപ്സ് 171, അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഇയർബഡ്സ്, അതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്രോ USB കേബിൾ കൊടുത്തിട്ടുണ്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ട്, അതിൻ്റെ മാനുവൽ, വാറൻറ്റി കാർഡ്, കാറ്റലോഗ്. ഇത്രയുമാണ് ഇതിൻ്റെ ബോക്സിനുള്ളിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വാറൻറ്റി കാർഡ് ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഒരു 1 year മാനുഫാക്ചർ വാറൻറ്റി ഇത് തരുന്നുണ്ട്. അപ്പോൾ ഈ കാർഡ് നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കുക. ഇതാണ് നമ്മുടെ എയർഡോപ്സ് 171 എന്ന് പറയുന്ന ബോട്ടിൻ്റെ ഇയർബഡ്സ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലാണ് നമ്മുടെ ഇയർബഡ്സ് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഇയർബഡ്സ്. ഇതിനുള്ളിൽ തന്നെ അതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വേറെ ഒന്നുമായിട്ടില്ല. പിന്നെ അത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള USB പോർട്ട്, മൈക്രോ USB പോർട്ട് കൂടെ അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതത് വെച്ചിരുന്ന ജസ്റ്റ് ഒരു പൗച്ച് പോലെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ഇയർബഡ്സ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ചാർജർ, ഇത് മൈക്രോ USB ചാർജറാണ്. ചാർജറല്ല, ഒരു കേബിളാണ് അവർ കൊടുത്തേക്കുന്നത്. മൈക്രോ USB കേബിളാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കാറ്റലോഗ്, അതിൻ്റെ യൂസർ മാനുവലിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എയർഡോപ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർ ക്യാപ്സ്, 2 അവർ കൊടുത്തേക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഒരു മൾട്ടി ഫങ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇതാണ് അതിൻ്റെ ബട്ടൺ. ഇത് നമ്മൾ ലോങ് പ്രസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓണാവും. ഓണാകുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഗ്രീൻ ലൈറ്റ്, അതിൻ്റെ 2 LED ലൈറ്റ് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലോങ് പ്രസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാകും. അതേപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാകും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് മൈക്ക് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 2 ഇയർബഡ്സിൻ്റെയും സൈഡിൽ നമുക്ക് മൈക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ചാർജിങ് കേസ്.
ഇത് നമ്മുടെ ഇയർബഡ്സ് ഇതിൽ വെച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാർജിങ് കേസ് അവർ കൊടുത്തേക്കുന്നത്. ഇതിൽ നമ്മുടെ ഇയർബഡ്സ് വെക്കുമ്പോൾ തന്നെ അതിലേക്ക് പ്രസ്സായി ഇരുന്നോളും. ഈ കാണുന്നതാണ് അതിൻ്റെ പോഗോ പിൻസ് എന്ന് പറയുന്ന പിന്ന്. അപ്പോൾ ഈ പിന്ന് വഴിയാണ് നമ്മുടെ ഇയർബഡ്സ് ചാർജ് ആകുന്നത്. പിന്നെ നമുക്കിതിൻ്റെ പുറകിൽ തന്നെ അതിൻ്റെ USB കണക്ട് ചെയ്യുന്ന പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജിങ് കേസിൽ എത്രയേ ഉള്ളൂ. പിന്നെ ഈ ബഡ്സ് നമ്മൾ ഈ ചാർജിങ് കേസിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഡിവൈസുമായിട്ട് ഇത് കണക്റ്റ് ആവും. നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് വെച്ച് ഇത് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസുമായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഈ ബഡ്സ് അതിലേക്ക് തന്നെ വെക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കട്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ഇത് നമുക്ക് നോർമൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ നമ്മൾ പെയർ ചെയ്യുന്ന പോലെ നമ്മൾ നമ്മുടെ ഡിവൈസുമായിട്ട് നമ്മുടെ മൊബൈലുമായിട്ട് ഇത് പെയർ ചെയ്യാവുന്നതാണ്. ഇത് പെയർ ചെയ്ത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ, നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്കും കാര്യങ്ങളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നുണ്ട്. നമുക്കത് ചെവിക്കുള്ളിൽ വെച്ചാലും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വോയിസ് നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് നമ്മളിതിൽ പ്ലേ ചെയ്തപ്പോൾ നല്ല ഒരു സൗണ്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വോളിയം കൺട്രോളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു മൾട്ടി ഫങ്ഷൻ ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ വോളിയം കൺട്രോളൊന്നും വരുന്നില്ല. അത് നമ്മുടെ ഡിവൈസിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ വോളിയം കൺട്രോൾ ചെയ്യേണ്ടതാണ്. നമുക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് നമുക്കിത് ഫീൽ ആവുന്നുണ്ട്. നമുക്കിതിപ്പോൾ ഈ ഇയറിൽ വെക്കുമ്പോൾ തന്നെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് അവിടെ ഇരുന്നോളും, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിത് ചാർജ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിത് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ആയാലും കൊണ്ടുപോയി ഈസി ആയിട്ട് നമ്മുടെ ഇയർബഡ്സ് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ചാർജിങ് ടൈം കൊടുത്തേക്കുന്നത് 2 hours ആണ്. 2 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ചാർജ് ആകും. അതിൽ നമുക്ക് ടോക്ക് ടൈം ആണെങ്കിൽ ഒരു 3 hours വരെ നമുക്ക് യൂസ് ചെയ്യാം. മ്യൂസിക് പ്ലേ ചെയ്യുവാണെങ്കിലും ടോക്ക് ടൈം ആണെങ്കിലും നമുക്ക് 3 hours കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലൊരു ASAP ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്ക് 1 മണിക്കൂർ യൂസ് ചെയ്തിട്ട് രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ഇതിൽ കയറുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മെയിനായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഈ മൾട്ടി ഫങ്ഷൻ ബട്ടൺസിൽ വരുന്ന കാര്യങ്ങൾ അതിൽ നമ്മുടെ ഈ മാനുവലിനകത്ത് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇത് നല്ലൊരു ഇയർഡോപ്സ് ആണ്. വളരെ നല്ല സൗണ്ട് എഫക്റ്റാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് പാട്ട് കേൾക്കാനാണെങ്കിലും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഇത് നമ്മുടെ ചെവിയിൽ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ബോട്ടിൻ്റെ ഈ എയർഡോപ്സ് എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു വില 1399 ആണ്. അപ്പോൾ നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മളിത് മേടിച്ചത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഉള്ള സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.